ഉക്രൈൻ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭീതിതമായ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് റഷ്യ തങ്ങളുടെ അത്യാധുനിക ആയുധമായ ബാൻഡറോൺ വിന്യാസം വ്യാപകമാക്കുകയാണ്. S-8000 എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ ജെറ്റ് കരുത്തുള്ള ആയുധം ഉക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ക്രൂയിസ് മിസൈലിന്റെയും ആധുനിക ഡ്രോണിന്റെയും ശേഷികൾ സമന്വയിപ്പിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഈ ആയുധം നിലവിൽ യുദ്ധകളത്തിൽ റഷ്യയ്ക്ക് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. റഷ്യൻ വ്യോമസേന തങ്ങളുടെ ആക്രമണ തന്ത്രങ്ങളിൽ വരുത്തിയ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായാണ് ബാൻഡറോളിന്റെ വരവിനെ സൈനിക വിദഗ്ധർ നോക്കിക്കാണുന്നത്. പരമ്പരാഗത ഡ്രോണുകളെക്കാൾ വേഗതയും ക്രൂയിസ് മിസൈലുകളെക്കാൾ വഴക്കവുമുള്ള ഈ പുതിയ പടക്കോപ്പ് ഉക്രൈന്റെ വ്യോമ പ്രതിരോധ നിരയെ വൻ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. യുദ്ധം നീണ്ടുപോകുന്നതിനിടെ റഷ്യൻ സൈന്യം തങ്ങളുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. ബാൻഡറോളിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് കൈവരിക്കുന്ന ഉയർന്ന വേഗത തന്നെയാണ്. മണിക്കൂറിൽ 500 കിലോമീറ്ററിലധികം വേഗതയിൽ കുതിച്ചുയരാൻ ശേഷിയുള്ള ജെറ്റ് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ കാമികാസെ ഡ്രോണുകളെക്കാൾ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ഇത്രയും ഉയർന്ന വേഗത ആക്രമണം മുൻകൂട്ടി തിരിച്ചറിയാനും പ്രതിരോധിക്കാനും എതിരാളികൾക്ക് നൽകുന്ന സമയം വളരെ കുറയ്ക്കുന്നുണ്ട്. വേഗതയ്ക്കൊപ്പം തന്നെ ഈ ആയുധത്തിന്റെ ദൂരപരിധിയും ശ്രദ്ധേയമാണ്. ഏകദേശം 500 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ വരെ കൃത്യമായി ആക്രമിക്കാൻ ബാൻഡറോളിന് കഴിയും. റഷ്യൻ അതിർത്തിക്കുള്ളിൽ നിന്നോ റഷ്യൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നോ വിക്ഷേപിച്ചുകൊണ്ട് ഉക്രൈനിന്റെ ആഴത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർത്തു കളയാൻ ഈ ദൂരപരിധി റഷ്യയെ സഹായിക്കുന്നുണ്ട്. ഉക്രൈൻ വ്യോമ പ്രതിരോധ നിരക്ക് ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കുന്നത് ബാൻഡറോളിന്റെ താഴ്ന്ന ഉയരത്തിലുള്ള സഞ്ചാരപാതയാണ്. റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഭൂനിരപ്പോട് ചേർന്ന് പറക്കാൻ ഇതിന് പ്രത്യേക കഴിവാണുള്ളത്. സാധാരണഗതിയിൽ ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടുപിടിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റഡാറുകൾക്ക് ബാൻഡറോളിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. സഞ്ചാരത്തിനിടയിൽ ദിശ മാറ്റാനുള്ള കഴിവാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. സ്വയം നിയന്ത്രിത നാവിഗേഷൻ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇതിന് സാധിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കാനും തടസ്സങ്ങളെ അതിജീവിക്കാനുമുള്ള ശേഷി ഇതിന്റെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിൽ ഇതിലെ സ്ഫോടക വസ്തുക്കളുടെ പങ്കും വലുതാണ്. 150 കിലോമീറ്റർ ഭാരമുള്ള യുദ്ധശിരസാണ് ബാൻഡറോൾ വഹിക്കുന്നത്. വലിയ കെട്ടിടങ്ങൾ, സൈനിക താവളങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർത്തു കളയാൻ ഈ സ്ഫോടക ശേഷി ധാരാളമാണ്. വെറുമൊരു നിരീക്ഷണ ഡ്രോൺ എന്നതിലുപരി വൻ നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു ആക്രമണ ആയുധമായി ഇത് മാറുന്നത് ഇതിനാലാണ്. നിലവിൽ ഉക്രൈനിലെ പ്രധാന നഗരങ്ങളായ ഒഡേസ, ഖാർക്കീവ് എന്നിവിടങ്ങളിലാണ് ബാൻഡറോൺ ആക്രമണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ ഒഡേസയിലും അതിർത്തി നഗരമായ ഖാർക്കീവിലും റഷ്യൻ സേന ഈ ആയുധം ഉപയോഗിച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ബാൻഡറോൺ ആക്രമണങ്ങൾ കാരണം ഉക്രൈൻ തങ്ങളുടെ വിലപ്പെട്ട വ്യോമ പ്രതിരോധ മിസൈലുകൾ വൻതോതിൽ ചെലവഴിക്കേണ്ടി വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ പേട്രിയറ്റ് പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള ചെലവേറിയ മിസൈലുകൾ ഇത്തരം ആയുധങ്ങളെ തടയാൻ ഉപയോഗിക്കേണ്ടി വരുന്നത് ഉക്രൈന് വലിയ സാമ്പത്തിക സൈനിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം നേരിടുന്ന ഉക്രൈന് ബാൻഡറോളിന്റെ സാന്നിധ്യം ഇരട്ടി പ്രഹരമാണ്. നിലവിലുള്ള പ്രതിരോധ മിസൈലുകൾ വേഗത്തിൽ തീർന്നു പോകുന്നത് കൂടുതൽ വിനാശകരമായ മറ്റ് റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾക്ക് ഉക്രൈൻ നഗരങ്ങളെ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. ആയുധ ശേഖരം നിശ്ചിത അളവിൽ മാത്രം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത് ഉക്രൈൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ബാൻഡറോൾ ഒരു തരം സങ്കരയിനം ആയുധമാണ്. ഒരു ഡ്രോണിന്റെ വഴക്കവും കുറഞ്ഞ ചെലവും ഒരു ക്രൂയിസ് മിസൈലിന്റെ വേഗതയും നാശനഷ്ട ശേഷിയും ഇതിൽ ഒന്നിക്കുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ വ്യവസായം ചുരുങ്ങിയ സമയം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഇത്തരം ആയുധങ്ങൾ ആധുനിക യുദ്ധമുറകളുടെ ദിശ തന്നെ മാറ്റി എഴുതുന്നവയാണ്. ഈ പുതിയ ഭീഷണിയെ നേരിടാൻ ഉക്രൈൻ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ട അവസ്ഥയിലാണ്. പരമ്പരാഗത റഡാറുകൾക്ക് പുറമെ ശബ്ദ അധിഷ്ഠിതമായി ആയുധങ്ങളെ തിരിച്ചറിയുന്ന സെൻസറുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കാൻ ഉക്രൈൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ബാൻഡറോളിന്റെ സ്വയം നിയന്ത്രിത സ്വഭാവം ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളെ പോലും ചിലപ്പോൾ നിർവീര്യമാക്കാറുണ്ട്.
റഷ്യയുടെ ഈ പുതിയ പടക്കോപ്പ് യുദ്ധഭൂമിയിൽ തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ആകാശമാർഗമുള്ള ആക്രമണങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിലൂടെ ഉക്രൈനിന്റെ പ്രതിരോധ നിരയിൽ വിള്ളലുകൾ വീഴ്ത്താനാണ് മോസ്കോ ലക്ഷ്യമിടുന്നത്. മുൻനിര പോരാട്ടങ്ങളിലും നഗര കേന്ദ്രങ്ങളിലും ഒരുപോലെ ഭീതി വിതയ്ക്കാൻ ഇതിലൂടെ റഷ്യക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഈ സാങ്കേതിക മുന്നേറ്റം വലിയ ചർച്ചയാണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ഉയർന്ന പ്രഹരശേഷിയുള്ളതുമായ ഇത്തരം ജെറ്റ് ഡ്രോൺ സംവിധാനങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുമെന്ന് ആഗോള സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഉക്രൈനിലെ ഇതിന്റെ വിജയം മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയായേക്കാം. പാശ്ചാത്യ സഖ്യകക്ഷികളോട് കൂടുതൽ അത്യാധുനികവും വേഗതയേറിയതുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യപ്പെടാൻ ഉക്രൈനെ നിർബന്ധിതരാക്കുന്നത് ബാൻഡറോളിന്റെ ഈ വിനാശകരമായ സാന്നിധ്യമാണ്. എന്നാൽ ആവശ്യത്തിന് പ്രതിരോധായുധങ്ങൾ എത്തിച്ചേരുന്നതുവരെ റഷ്യയുടെ ഈ അദൃശ്യ പ്രഹരങ്ങളെ അതിജീവിക്കുക എന്നത് ഉക്രൈൻ സൈന്യത്തിനും ഭരണകൂടത്തിനും വലിയൊരു പരീക്ഷണമായിരിക്കും.